പക്ഷേ പോവാം. എങ്ങോട്ടാ? അതൊക്കെ വേണ്ടടാ, നമുക്കൊരു സ്ഥലം വരെ പോകണം. നീയേ ഈ അടുത്തിടെ നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുന്ന ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചിട്ടില്ലേ? പക്ഷേ ഇവർ പെട്ടെന്നൊരു ദിവസം അറ്റാക്ക് വന്ന് മരിക്കുന്ന വാർത്ത നമ്മൾ കേൾക്കാറില്ലേ? ഇത് സംബന്ധിച്ച് ഡോക്ടർമാർ സഹിതം പല പഠനങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇവർക്ക് അറ്റാക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ 2 ആൾക്കാർ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അറ്റാക്ക് വരുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെ നമ്മുടെ ഹാർട്ടിനെ സംരക്ഷിക്കാം, ഹൃദയത്തിൻ്റെ ആരോഗ്യം എങ്ങനെ നമുക്ക് നോക്കാം. ആപ്പോ? ആ ആപ്പ് എൻ്റെ അടുത്ത് ഇപ്പോൾ സ്മാർട്ട് വാച്ച് കിട്ടുന്നില്ലേ, അതിലറിയാൻ പറ്റില്ല എല്ലാം. എടാ നീ ഇങ്ങനെ പുച്ഛിക്കരുത്. എടാ 2000 രൂപ ആപ്പൊന്നും അല്ല ഇത്. നീ പറയുന്നത് സ്മാർട്ട് വാച്ച് അല്ലേ? സ്മാർട്ട് വാച്ചിൽ നമുക്ക് കൃത്യമായ ഡാറ്റയൊന്നും അറിയാൻ പറ്റില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ആയാലും ശരീരത്തിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഇപ്പോൾ ഇവരുണ്ടാക്കിയിരിക്കുന്നത്. നീ ഇപ്പോൾ ചോദിച്ചില്ല എവിടെ പോകാമെന്ന്. നമ്മുടെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി ഇവിടെ നമ്മുടെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നടക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയാലോ? സാധാരണക്കാർക്ക് ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. ഫോക്കസ് ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് ഹെൽത്തിലാണ്. ഹാർട്ട് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും, ചെറുപ്പക്കാരും അതായത് ഈവൻ കുറച്ച് പ്രായമുള്ളവർക്കും അങ്ങനെ വ്യായാമം ചെയ്യുന്നവർക്കും വർക്കൗട്ട് ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ സാധാരണക്കാർക്കോ എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും കാർഡിയാക് റിലേറ്റഡ് ഇഷ്യൂസും അതനുസരിച്ചിട്ട് പിന്നെ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ഈ ഇടയ്ക്ക് അല്ല ഈ കാലയളവിൽ എന്ന് പറയുമ്പോൾ അതൊരു കോമൺ ഫാക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും വർക്കൗട്ട് ചെയ്യുമ്പോൾ സേഫായിട്ട് വർക്കൗട്ട് ചെയ്യണം. സേഫായിട്ട് വർക്കൗട്ട് ചെയ്യുന്നെങ്കിൽ അവരവരുടെ കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് തന്നെയായിരിക്കണം അവർ ചെയ്യുന്നത്. അതാണ് ഇവരുടെ ഒരു ഒന്നാമത്തെ USP ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാര്യം എനിക്ക് എൻ്റെ ഹാർട്ട് സ്കോർ ഒക്ടോബറിൽ 34 മറ്റോ ആയിരുന്നു. അത് അവിടെ നിന്ന് ഇപ്പം ജനുവരിയിൽ നോക്കുമ്പോൾ 50 അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ. ഞാൻ ഇവരിൽ കണ്ടൊരു കാര്യം, ഇവരുടെ ഈ സോൺ ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വളരെ ചുരുക്കം ആൾക്കാർ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ജിമ്മിൽ അത് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു റണ്ണിങ് കോച്ച് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ചെയ്യുന്നുണ്ടാവും ചെറിയ ചെറിയ കൊഹേർട്സിൽ. പക്ഷേ ഒരു ആപ്പിൽ സോൺ ബേസ്ഡ് വർക്കൗട്ട്സ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ചെയ്യുന്ന വേറൊരു കമ്പനി ഇല്ല. ഒരു ആപ്പും അല്ലെങ്കിൽ ഒരു ടെക്നോളജി മാത്രമല്ല ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഞങ്ങളുടെ പ്രോഡക്റ്റിലുള്ളത്. ഒന്നൊരു ഹാർഡ്വെയർ ആണ്, ഒരു വെയറബിൾ, അതായത് ഒരു ചെസ്റ്റ് സ്ട്രാപ്പ്. ഞങ്ങൾ ചെസ്റ്റിൻ്റെ വെയർ ചെയ്തിട്ട് ഒരു ECG സെൻസറാണ് ധരിക്കുന്നത് അതിൽ. ആൻഡ് ആ ECG സെൻസർ എന്ന് പറയുമ്പോൾ ECG ഡേറ്റ കളക്ട് ചെയ്ത് ഹാർട്ട് റേറ്റ് ആക്യുറേറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്നു. അത് ലൈവായിട്ട് നിങ്ങൾക്ക് ആപ്പിൽ കാണാം. അതായത് നിങ്ങളുടെ ഫോണിൽ അത് കാണാൻ പറ്റും. അത് നിങ്ങളെ ഗൈഡും ചെയ്യും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ. അതായത് കൂടുതൽ ആയാസപ്പെടുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ കുറയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ പോലെ നടക്കുന്നു പക്ഷേ അത് കുറച്ചുകൂടെ ആയാസപ്പെട്ടാൽ പ്രയോഗപ്പെടും എന്നുള്ള രീതിയിലുള്ള ഗൈഡൻസ് ലൈവായിട്ട് തരും. സോ ഒരു വെർച്വൽ ട്രെയിനർ പോലെ ആയിട്ടാണ് ഇത്. അടിപൊളി, വളരെ ഹൈലി സയൻറ്റിഫിക്. ഇപ്പോൾ എല്ലാ എൻഡ്യൂറൻസ് അത്ലറ്റ്സും ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. അത് ഇവരുടെ ഗൈഡഡ് ട്രെയിനിങ് ആപ്പിലുണ്ട്. അതായത് നമുക്ക് തരുന്ന വർക്കൗട്ട്സിൽ പറയുക, നിങ്ങൾ പോയിട്ട് 30 മിനിറ്റ് ഓടിയിട്ട് വാ എന്നല്ല പറയുക, നിങ്ങൾ 30 മിനിറ്റ് സോൺ 2ൽ ഓടിയിട്ട് വരുമെന്ന് പറയും. അപ്പോൾ ഞാൻ സോൺ 2ൽ ഓടിയിട്ട് വന്നിട്ട് എൻ്റെ റിപ്പോർട്ട് കാണുമ്പോൾ എൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ പറയും, ഈ സോൺ 2 എന്നൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ സോൺ 3ലേക്ക് പോയി, അത് പാടില്ല, യു ബി ഇൻ സോൺ 2. അപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഹൗ ടു ബി ഇൻ സോൺ 2. അതിനുള്ള ഗൈഡൻസ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ടീം ഓഫ് കോച്ചസ് ഒരു ബഞ്ച് ഓഫ് കാർഡിയാക് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റും പ്രൊഫഷണൽ റണ്ണേഴ്സും സ്പോർട്സ് എക്സസൈസും സ്പോർട്സ് ഫിസിയോളജിയിലൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ടീമിനെ ബാക്ക് ചെയ്യുന്നത്. അവർ ഡയറക്റ്റ്ലി കസ്റ്റമേഴ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ സമയം, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ഗോൾസ് അനുസരിച്ചിട്ട് പ്ലാൻ ഉണ്ടാക്കി കൊടുക്കും. അതായത് എല്ലാവർക്കും ഒരേ പ്ലാൻ അല്ല, ഓരോ ഇൻഡിവിജ്വലിന് ഓരോ ആൾക്കാരുടെ ഗോളും അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് പ്ലാൻ ഉണ്ടാക്കി അത് ഡയറക്റ്റ്ലി ആക്സസിബിൾ ആണ് ഞങ്ങളുടെ ആപ്പിൽ കൂടെ. ലൈവ് വീഡിയോസ്, ലൈവ് ഗൈഡൻസ് ഉണ്ടായിരിക്കും. ആൻഡ് വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അനലൈസ് ചെയ്ത് കൊടുക്കപ്പെടുകയും ചെയ്യും.